നമസ്കാരം, എന്റെ പേര് ബാബു. PYC ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റ് ആണ്. നിങ്ങൾ പോളിസി എടുക്കുന്നുണ്ടോ? അയ്യോ ഇപ്പൊ വേണ്ട, താല്പര്യമില്ല. അപ്പൊ എന്തായാലും എടുക്കണം. ഇരിക്കൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വീട്ടില് ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ വൈഫും 2 മക്കളും. ഓ, ഈ നിൽക്കുന്നത് മകളായിരിക്കും അല്ലേ? അല്ല, ഇത് എന്റെ ഭാര്യ. നമുക്കൊരു പോളിസി എടുക്കാലോ. നിങ്ങളുടെ നൈബർ കൃതാങ്കനല്ലേ? പുള്ളിക്കാരൻ 50 ലക്ഷത്തിന്റെ പോളിസിയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്നത്. എടുക്കും, അവനറിയാം അവന്റെ കയ്യിലിരിപ്പ് കാരണം പെട്ടെന്ന് തട്ടിപ്പോകുന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇൻഷുറൻസ് വേണ്ട, നമ്മുടെ കയ്യിലിരിപ്പ് നല്ലതാണ്. സി രഘു, വേണ്ടാന്ന് പറയരുത്. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ പാണ്ടി ലോറിയുടെ അടിയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോട്ടെ, ഈ ഇരുന്ന ഇരിപ്പില് തളർവാദം പിടിച്ച് കിടപ്പിലായി പോയാൽ താങ്കൾ എന്ത് ചെയ്യും? ഞാൻ വേറെ കിട്ടും. അങ്ങനെയൊന്നും ഭാര്യമാർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെയാണ് ഈ പോളിസി. അപ്പൊ നമുക്ക് ഈ കാലയളവിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇത് അടച്ചുകൊണ്ടിരിക്കണോ അല്ലേ നമ്മള്? അതെ അതെ, പറ്റിയാൽ അടയ്ക്കണ്ടല്ലോ. അടയ്ക്കണ്ട. കൂടാതെ ഫുൾ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. എന്തരടി എന്നെ അങ്ങനെ നോക്കണ? ചുമ്മാ. രണ്ട് മാസോടെ കഴിഞ്ഞ 2025. ഇപ്പോഴും മഴയുടെ ചന്തിയിലടിച്ചോണ്ട് അവിടെ ഇരി. പണ്ടാളിയെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് കോലം കാണുമായിരുന്നു, മെലിഞ്ഞ് ഒന്നുപോലെ ഇരുന്നേ. പക്ഷെ എവന്റെ കൂടെ അടക്കുമ്പോ എല്ലാരും ഞങ്ങളെ 10 പോണെന്ന് പറയണത്. എന്റെ ബഡ്ഡി നീ എന്ത് പറയുന്നത് ഞാൻ ഇപ്പൊ കേൾക്കാം. ഞാനും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും ഒഴിഞ്ഞു പോകും. ആ ഗ്യാപ്പ് കയറി ഞാൻ അവളെ സ്നേഹിക്കാം. അച്ഛൻ താമസിച്ചെന്തു? ചന്ത ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞു വിട്ട സാധനം മേടിച്ചോണ്ട് വന്നു. ഇത് ഗേൾസിനുള്ളതല്ലേ, ബോയ്സിനുള്ളത് എന്തേ? 19 കൊല്ലമായിട്ട് ജീവിക്കുന്നില്ലേ? ഇതുവരെ മനസ്സിലായില്ലേ? അത് നിങ്ങളെ മോനായി ജനിച്ച എന്നെ പറഞ്ഞാ മതി. മലയാളത്തില് സംസാരിക്കാൻ നിങ്ങൾ തമിഴ് ട്രൈ ചെയ്യട്ടെ. ആക്ച്വലി മലയാളീസിന് തമിഴ് നന്നായിട്ട് അറിയാം. നമ്മളിവിടെ ഫസ്റ്റ് ഡേ അല്ലേ ഗൈസ്, നമ്മള് തമിഴും മലയാളം ഒരേപോലെ അരച്ച് കലക്കി കുടിച്ച ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് എന്താണിത്? ഇതിന് മണം എങ്ങനെയുണ്ട്? മീൻ എവിടുന്നാ വരുന്നതെന്ന് എനിക്കറിയാം. ഫിഷ് എവിടുന്നാ ഉണ്ടാവുക? ഏതിന്റെ അകത്ത്? ജനമകോളം തമ്മിൽ എന്തോടാ വ്യത്യാസം? ഇത്ര ദേഷ്യം. അമ്മ വഴക്ക് പറഞ്ഞു. എന്തിന്? 9 ദോശ കഴിഞ്ഞിട്ട് 10ാമത്തെ ദോശ വെച്ചപ്പോ തരുത്തില്ലെന്ന് പ്ലേറ്റ് എടുത്തെറിഞ്ഞു. നീയാ? അല്ല അവര്. ചിരട്ടോക്കി എറിഞ്ഞടാ. ചുമ്മാ അല്ലെന്ന് ഷേപ്പിനൊരു മാറ്റം. എവിടെ പോകുന്ന രാവിലെ സഞ്ചിയും തൂക്കി? ട്യൂഷന് സ്കൂളിൽ നിന്നുള്ള അറിവ് പോരാഞ്ഞിട്ട് നീ ട്യൂഷന് പാച്ചാൻ പോകും. അതിരിക്കട്ടെ, എന്തോ പാച്ച? കണക്ക് ഒരു കണക്ക് പറഞ്ഞ 3,10,000 എത്ര? അറിഞ്ഞൂടാ. അതുപോലും അറിഞ്ഞൂടാ. എന്നിട്ട് അവൻ കണക്കെണ്ണാൻ നടക്കുന്നു. എങ്കിൽ നിങ്ങളത് പറഞ്ഞു. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കളിയാക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലടാ നീ എനിക്ക് ഈവനിങ് കരാട്ടെ ക്ലാസ് ഉണ്ടെന്ന്. നീ കരാട്ടെ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. പൊക്കോ. വെള്ളം എന്താന്ന് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ ഈ മഴ കാണുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? പണ്ട് സ്കൂളിൽ കുട നനയാതിരിക്കാൻ കുട ബാഗ് വെച്ചിട്ട് ഓടുമായിരുന്നു. അന്നും പാഴ് ഇന്നും പപ്പാണ്. ഈ PT പീരീഡിന് മഴ പെയ്യുന്ന അറിയാവോ? യൂണിഫോം നനഞ്ഞ് വൈകുന്നേരം വരെ ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, അതും ജട്ടി പോലും ഇടാനാ. അത്രയൊന്നും വരൂലല്ലേ? ഇപ്പൊ ഇട്ടിട്ടുണ്ടാ? ഇപ്പോഴത്തെ കാര്യം തിരക്കണ്ട, പഴയ കാര്യം പറഞ്ഞാൽ മതി. പണ്ട് മഴയത്ത് റഷ്യ കൊടയായിട്ട് പോകാൻ നേരത്ത് ഞാൻ ആ കൊടയോ അടുത്തൂടെ ഓടിപ്പോയെന്ന് കൊടയില്ലാഞ്ഞോണ്ട് മൊത്തം കേക്ക്. ബോഡി ഷേമിങ് ചെയ്യാതെ ഒന്ന് അപ്ഡേറ്റ് ആകും. എന്നെ പറഞ്ഞപ്പോ എന്താ അപ്ഡേറ്റ് ബഗ്ഗായ? ഈ കാലാവസ്ഥയിൽ പണിക്ക് പോകാൻ പോലും തോന്നില്ല. അല്ലാത്തപ്പോ ഇയാളായിരുന്നു കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. 2025 ഞാൻ പണിക്ക് പോവേ. അത്
അതിന് ഇനി 2 മാസം ഉണ്ട്. അതീ പോന്ന് പറയരുത് മുതു ഗണ്ടൻ. ക്ലാസ്സിൽ സംസാരിക്കുമ്പോ പെണ്ണുങ്ങളെ ഇടയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടാ. അന്നതിന് ശപിച്ചു, അന്നതിന് കൊതിക്കുന്നു. സത്യം. വെയിലും മഴ കുറുക്കന്റെ കല്യാണം ഒന്ന് കുറുക്കന് ഒരു പെണ്ണ് സെറ്റ് ആയി ഇങ്ങനെ നടന്നോ? अरे भाई ബൈ ബൈ नहीं 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 നെയ് ആ കടക്കുണ്ട് സൂപ്പർ നെയ് अरे भाई इस जगह का नाम क्या है? ഞാൻ ഇവിടെ പുതിയത് അവനെടുത്ത് ചോദിച്ചാൽ മതി. അത് അക്ഷയ കിട്ടും നാളെ ലാസ്റ്റ് ഡേറ്റ് मुझे चिन्नकड़ा जाना है भाई. ചിന്നക്കട ഇവർ രാത്രി പോകും കൂടെ പോയാ മതി बस कहाँ पे मिलेगा? ആർക്കട പേ अरे कूल हो जा भाई, कूल हो जा. ഇവനെങ്ങനെ കണ്ട് കുറച്ചെങ്കിലും ഹിന്ദി അറിയത്തില്ല ഒന്ന് ചോദിക്കുക എന്തേലും सारे जहां से अच्छा. ഹിന്ദു സിത്ത ഹമാര ഹമാര ओ अच्छा अच्छा. അത് പിന്നില്ല പാവം പന്നി इंग्लिश ओके. ഓക്കേ Where's the bus? ഊർക്കമ്പാമ്പിനാണല്ലോ ചവിട്ടിയത് എന്റെ ഒരു കിടില സാധനം ഉണ്ട് ചോദിക്കട്ടെ ചോരി ചോരി. സാലേ കമീനെ ഉല്ലൂക്കെ പട്ടെ ഓഡിയോ വന്നല്ലോ പറഞ്ഞേ അപ്പൊ ഇതാണേ ഇതിമ കൂടെ താടിയെന്ന് ഒന്നും ഇല്ല. ഇല്ലല്ല ഇവ കൂടെ വരൂല വെട്ടുമ്പോ കൂടെ താടിയില്ല എനിക്ക് താടി വരുമ്പോ ഇവിടെ ഒരു ഒഴിവുണ്ടാവും ഇതെല്ലാവരും ചോദിച്ചിട്ട് ഈ വട്ടം എന്തായാലും ഈ വെട്ടെന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ പണ്ട് ഇപ്പച്ചിന്റെ ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് ഒന്ന് വലിയ ആളായിക്കൊണ്ട് ഷേവ് ചെയ്താണ് ഈ വെട്ട് ഷേവിംഗ് സെറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത്ര ബ്ലേഡ് എടുത്തായിരുന്നു. ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ ബ്ലേഡ് എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെയാണ് ഷേവ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ചെരിച്ച് ഷേവ് ചെയ്തു അതിലൂടെ കീറി ഫുള്ള് ചോരപ്പാടും മുറികളും ആയി. ജോർജ് കുളങ്ങര സാറിന്റെ വാക്കുകളിൽ മോട്ടിവേറ്റഡ് ആയി അന്നിരുന്നിരുത്ത് ഇപ്പോഴും അങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ ഫാമിലി വ്ളോഗൊക്കെ കെട്ടാണ് മൂപ്പര് ഫുൾ അടിപൊളി ജീവിക്കുന്നുണ്ട്. പെണ്ണിട്ടുള്ള ഒരു പ്രത്യേകം എന്താ അറിയോ ഓ നൈസായിട്ട് പെണ്ണിട്ടു എന്നിട്ട് പെണ്ണെട്ടിക്കണ്ടേ കെട്ടരുത് കേട്ടോ പെണ്ണെട്ടിയാ പോയി എന്നാ പേര് ഓല് കെട്ടി അല്ല എല്ലാ അയച്ചു പറഞ്ഞ ശരിയാണ്. ഞാനും പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. വേണ്ടട്ടോ വേണ്ട നമ്മള് അല്ല എന്നെന്തിന് നിങ്ങൾ എന്തിനാ കെട്ടി അതെനിക്ക് മനസ്സിലാവും ആ ഒരു പോയിന്റ് എന്നാ ഈ കെട്ടിയാലൊക്കെ വേണ്ടട്ടോ. ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഡൈവോഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ ഒഴിവാക്കി കാണിച്ചു അത്ര ബുദ്ധിമുട്ടുള്ള ഒഴിവാക്കണില്ലല്ലോ എന്താ എന്താണ് അതിലെന്തോന്നുണ്ടല്ലോ അതിലെന്തോ ഉണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.